പലപ്പോഴും ഈ മീൻ പിടിക്കുമ്പോൾ ഒന്നിയിൽ നമ്മൾ ചെറിയ വിര ഇട്ടിട്ടാണ് മീൻ പിടിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ മീൻ പിടിക്കുന്ന സമയത്ത് കിട്ടുന്ന ചെറിയ മീനുകളെ ഇട്ടിട്ട് വലിയ മീൻ പിടിക്കും. ആ രീതിയിൽ ഡൽഹിയിലെ കലാപത്തിൽ കേന്ദ്ര സർക്കാർ ഒരു കാര്യം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വിദ്യാർത്ഥികളുടെ സമാധാനപരമായ പ്രക്ഷോഭം നടന്ന സമയത്ത്, അവരുടെ സമരം അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടസ്റ്റ് നടന്ന സമയത്ത് കേന്ദ്ര സർക്കാരോ ഡൽഹി പോലീസോ അവിടെ യാതൊരു തരത്തിലും പ്രകോപനമുണ്ടാക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാനോ അവർ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് പോലും ഡൽഹി പോലീസ് താഴ്മയോടെ അവരോട് പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ വേണമെങ്കിൽ ഇവര് വളരെ കുറച്ചു പേര് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന് അവരെ അവിടെ നിന്ന് നീക്കാമായിരുന്നു. പക്ഷെ സർക്കാർ അത് ചെയ്തില്ല. വളരെ ക്ഷമയോടെ കാത്തിരുന്നു. അതായത് തങ്ങളുടെ എതിരാളികളെ അല്ലെങ്കിൽ യഥാർത്ഥ ശത്രുക്കളെ, ഒളിഞ്ഞിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരാനുള്ള മോദി സർക്കാരിന്റെ ഒരു ശ്രമം അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്ന് ന്യായമായും സംശയിക്കാം. ഈ സമരം നീണ്ടുപോയതോടെ പതിയെ 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 പലരും പല സംഘടനകളുടെയും ആളുകൾ മുമ്പോട്ട് വന്നു. അതിൽ നേരത്തെ നമ്മൾ സംസാരിച്ച കർഷക സമരം, ഭീം ആർമിയൊക്കെ ഉണ്ട്. ഇവരൊക്കെ വന്നതിന് പിന്നാലെ കാലാകാലങ്ങളായിട്ട് മോദിയെയും ബി ജെ പിയും എതിർക്കുന്ന ചിലർ, പ്രകാശ് രാജിനെയൊക്കെ പോലുള്ളവർ മുന്നോട്ട് വന്നു. ഇതിന്റെ മറ പിടിച്ച് ഈ രാജ്യത്ത് വിഘടനവാദം സൃഷ്ടിക്കാൻ, കലാപം സൃഷ്ടിക്കാൻ ഒരു അവസരം കാത്തിരുന്ന കുറെ ആളുകളുണ്ട്. ഈ നമ്മുടെ ജെൻസി കലാപമൊക്കെ ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയപ്പോൾ കുറെ ആളുകൾ തെരുവ് കൈയടക്കിയില്ലേ? അതേ മനോഭാവമുള്ള കുറച്ചു പേര്. ഇവര് മോദി താഴെ ഇറങ്ങും ഈ സമരത്തിൽ എന്ന് ഉറപ്പായാൽ മാത്രമേ വെളിയിൽ വരുള്ളൂ. ഇല്ലെങ്കിൽ ഇവർ ഒരിക്കലും വരില്ല. ഇവർ മറഞ്ഞിരുന്ന് നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. അപ്പൊ ഗവൺമെന്റ് ഇവിടെ ഒരു സംയമനം പാലിച്ചത് കൊണ്ട് ഉണ്ടായൊരു വ്യത്യാസം, ഈ വിദ്യാർത്ഥി സംഘത്തിലേക്ക് ആളുകൾ കൂടുതൽ വന്നതോടെ ഒരു പ്രതീതി ഉണ്ടായി. നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ ഉണ്ടായ പോലത്തെ ഒരു അട്ടിമറി ഇവിടെയും ഉണ്ടാവും, മോദി ഇതോടെ തീർന്നു എന്നൊരു പ്രതീതി ഉണ്ടായി. ഇതിനെ തുടർന്ന് ഒളിഞ്ഞിരുന്ന സകല ആന്റി നാഷണൽസും ആന്റി ഇന്ത്യൻസും കലാപമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചവരും കൂടി പുറത്തു വന്നു. ഞാൻ പറയുന്നത് അവിടെ എത്തിയ എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. മര്യാദയ്ക്ക് സമരം ചെയ്യാനെത്തിയ ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ഒരുപാട് പ്രശസ്തരായ ആളുകളുണ്ട്, അത് വേറെ. ആ കൂട്ടത്തിൽ കലാപമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കലാപകാരികളായിട്ടുള്ള ആളുകൾ എത്തി. അവരാണ് 150-ലധികം ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്, വനിതാ പോലീസുകാരെ ആക്രമിച്ചത്, മോശമായിട്ട് മാധ്യമ പ്രവർത്തകരോട് പെരുമാറിയത്. അവരാണ് വാഹനങ്ങൾ അടിച്ചു തകർത്തത്, അവരാണ് പെട്രോൾ പമ്പ് അടിച്ചു തകർത്തത്, അവരാണ് പോലീസ് വാഹനങ്ങൾക്ക് തീയിട്ടത്, അവരാണ് ആയുധങ്ങളുമായിട്ട് എത്തിയത്, അവരാണ് കല്ലുകൾ എറിഞ്ഞത്, അവരാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡൽഹി പോലീസ് വലയിട്ടിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇവർ വന്നു കയറിയത് യഥാർത്ഥത്തിൽ ചക്രവ്യൂഹത്തിനകത്തേക്കായിരുന്നു. അകത്തോട്ട് അവർ തന്നെയാണ് കയറ്റി വിട്ടത്. അകത്ത് കയറിക്കഴിഞ്ഞു, ഇനി പുറത്തിറങ്ങുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോട് കൂടിയിട്ട് സ്ഥാപിച്ച AI ക്യാമറകൾ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുടെ സഹായത്തോടെ അവിടെ വന്ന് ഓരോരുത്തരും അവരാരാണ്, അവരെവിടെ നിന്ന് വന്നു, അവരുടെ അഡ്രസ്സ് എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, സകല കാര്യങ്ങളും ഡൽഹി പോലീസ് കളക്ട് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് നാഷണൽ മീഡിയാസ് കവറിംഗിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചുരുക്കത്തിൽ അവിടെ പോയി ചോരത്തിളപ്പ് കാണിച്ച ഒരുപാട് പേര് വൈകാതെ കുടുങ്ങുമെന്നാണ് മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ എവിടെ പോയി ഒളിച്ചാലും പൊക്കാൻ പറ്റുന്ന രീതിയിൽ, എന്തിനേറെ പറയുന്നു ഫിംഗർ പ്രിന്റ്സ് വരെ ഈ സർക്കാർ വാഹനങ്ങളിൽ ഇടിക്കുകയും അടിക്കുകയും കല്ലെടുത്തെറിയുകയും അതിനെ തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ഫിംഗർ പ്രിന്റ്സ് അടക്കം കളക്ട് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഡൽഹി പോലീസ്. മര്യാദയ്ക്ക് അവിടെ പോയി സമരം ചെയ്ത ആളുകളെ ഒന്നും പോലീസ് ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമാധാനത്തോടെ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികൾക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ഈ സമരത്തിന്റെ മറ പിടിച്ച് ഇതോടെ മോഡി അങ്ങ് ഇറക്കിക്കളയാം, അല്ലെങ്കിൽ ഗവൺമെന്റിനെ അട്ടിമറിക്കാമെന്ന് വ്യാമോഹിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ഇൻസ്പയറായി, നേപ്പാളിൽ നിന്ന് ഇൻസ്പയറായി കുറെ ആളുകൾ അങ്ങോട്ടേക്ക് പോയിരുന്നു. വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയുന്ന ഇവരൊക്കെ ഒടുക്കത്തെ മാമൻ ലുക്കാണ് കേട്ടോ. അത് യഥാർത്ഥ വിദ്യാർത്ഥികളൊന്നും അല്ല, പണ്ടെങ്ങോ വിദ്യാർത്ഥി ആയിരുന്ന ആൾക്കാർ. സോ അങ്ങനെ കുറെ എണ്ണം അവിടേക്ക് പോയിട്ട് വടിവാളും മറ്റേ വലിയ ഇരുമ്പ് വടികളും ഒക്കെ ആയിട്ടൊക്കെ ചെന്ന കുറെ ടീമുകളുണ്ട്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ മലയാളം മാധ്യമങ്ങൾ കാണിക്കാതിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ദേശീയ മാധ്യമങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ഓരോരുത്തരെയും എവിടെ പോയി ഒളിച്ചാലും പൊക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഡൽഹി പോലീസ് എന്നാണ് ഇപ്പോൾ നമ്മുടെ നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും വലിയ പണി പാറ്റകൾക്ക് കിട്ടാൻ പോകുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സമാധാനകാംക്ഷികളായ പാറ്റകൾ ഭയപ്പെടേണ്ടതില്ല. മറിച്ച് അക്രമമുണ്ടാക്കിയ, രാജ്യത്തിന്റെ സ്വസ്ഥതയും സമാധാനവും കെടുത്തിയ, ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച, കലാപം നടത്താൻ ശ്രമിച്ച പാറ്റകൾ ഈ സമയം ഉറപ്പായും പെടുമെന്നാണ് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.